ആ മൗണ്ട് ഒലിവ് ഇനിയും തിരിച്ചു വന്നിട്ടില്ല. ഇല്ല, കൊണ്ടുവരാമ്മാവ. നീ അതിലാകെ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നല്ലോ. ഇതിനോടകം ഒരു 3 ആവർത്തി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങ് കൊണ്ടു തന്നേക്കാം. വെറുതെ ഇല്ല. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഞാൻ തനിയെ പോകുന്നു. ഞാൻ തനിയെ പോകുന്നു. ഇതും നീ കൊണ്ടുപോയിട്ടുള്ളതാണെന്നാ തോന്നുന്നത്. ആ, ഇവിടെ ഉള്ളത് മുഴുവൻ നീ വായിച്ചിട്ടുള്ളതാ. എന്നാലും അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ കെട്ടുകൾ വരുത്തുന്നുണ്ടല്ലോ, എന്നെ അറിയിക്കാതെ. അതും ഈയിടെയായി എന്റെ ടേസ്റ്റും കൂടെ നോക്കി. ഇനി ഇപ്പൊ പതുക്കെ ക്ലാസിക്സിലേക്ക് തിരിയണം. ഇത് വായിച്ചിട്ടുണ്ടോ? നല്ലതാ. ഉണ്ട്. ഇത് ഇവനൊരു കസറൻ സാധനമാ. വായിച്ചിട്ടുണ്ട്, വലിയ കസറിലൊന്നുമില്ല. എടാ, ഇവളൊരു ഒറേഷ്യസ് റീഡറാ. എന്നേക്കാൾ ഈ കുട്ടി വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അമ്മ എന്നെ വട്ടളക്കണ്ട. ഹായ്, ഇതെവിടുന്ന് കിട്ടി? പുതിയ കൺസൈൻമെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവനെ കൊണ്ടുപോവാണല്ലോ. ഇന്നിനി വേറെ ബുക്കൊന്നും എടുക്കുന്നില്ലല്ലോ? ഇല്ല, ഇത് വായിച്ചിട്ട്. തനിക്ക് ഉടനെ പോകാൻ ധൃതിയുണ്ടോ? ധൃതിയില്ലേ നമുക്ക് പുറത്തുനിന്ന് നടന്നു വരായിരുന്നു. നടക്കുന്നത് എനിക്കും ഇഷ്ടാ, പക്ഷേ ഒറ്റയ്ക്ക് നടക്കുന്നതാ ഇഷ്ടം. സോളിറ്ററി വാക്സ്. എനിക്കും. എന്താ ചിരിച്ച്? ബോറിസിന്റെ ഒരു കഥയില് ഷോപ്നർ ഒരു ജോക്ക് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, ഈ ബോർഗസ് ഷോപ്നർ ഒന്നും പറഞ്ഞ എന്നെ കുഴക്കല്ലേ. നമ്മളൊരു സാധാ റീഡറാ. വല്ല ഇർവിൻ ബാലസോ ഹെറോൾഡ് റോബിൻസോ സിഡ്നി ഷെൽഡനോ. പാവാണേ, വധിച്ചു കളയല്ലേ. ഇപ്പൊ മാത്രല്ല, ഭാവിയിലും. ആരും ഇല്ലാതെ പോയതുകൊണ്ടാ ബുക്കുകളോട് എനിക്കിത്ര അഫിനിറ്റി വന്നതെന്നാ മുത്തച്ഛൻ പറയാറ്. ആരുമില്ലേ? ആരാ ഉള്ളത്? മുത്തച്ഛനുണ്ട്, ഇവിടെ അമ്മാവനും ഉണ്ട്. പക്ഷേ മുത്തച്ഛനും അമ്മാവനും എങ്ങനെ ഫ്രണ്ട്സ് ആവുന്നേ? ഞാനുണ്ടെന്ന് വിചാരിച്ചോണം, എപ്പോഴും കൂടെയുണ്ടെന്ന് വിചാരിച്ചോണം. അതുണ്ട്, എപ്പോഴും ഉണ്ട്. കാണണോ? ഞാനല്ലേ ഇത്? ആ, അയ്യേ, ഇതിലും മങ്ങിണിയാണാം. കണ്ടോട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? മോഷ്ടിച്ചു, അമ്മാവന്റെ ആൽബത്തിന്ന്. എന്നിട്ട് അപ്പൂപ്പൻ അറിഞ്ഞില്ലേ? ആ, അറിഞ്ഞാണു. സാറേ, 4 കൊല്ലം പഴക്കമുള്ള മോഷണ കേസാ. ഇനി എവിടെയാ തെളിയാൻ പോണേ? 4 കൊല്ലോ? യെസ്. അപ്പൊ ഈ 4 കൊല്ലവും കൂടെ തന്നെ ഉണ്ടോ? എപ്പോഴും. ഭാസ്കരേട്ടന്റെ ഒരുപാട് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ കണ്ണിൽ ഇന്നസെൻസ് ഇല്ലേ, ഇപ്പോഴും ആ ഇന്നസെൻസ് അവിടുന്ന് മാഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലേ?
ഇവനെ വെക്ക്. ഓ ഭയങ്കര ഭാരം. ഒന്ന് നൊട്ടി നുടഞ്ഞ് നനച്ചേച്ച് നാവ് പുറത്തേക്ക് തന്നെ നീട്ടിപ്പിടിച്ചു നിന്ന് അത് അങ്ങനെ തന്നെ വെച്ച് അലിയിച്ചത്. ഏ, പെട്ടെന്ന് അപ്പൂപ്പന്റെ ഒരു പഴയ കുസൃതി ഓർമ്മ വന്നു. കുഞ്ഞുനാളിലൊരിക്കല് ഓർമ്മയുണ്ടോ, ഇതുപോലൊരു ഉപ്പുപരലെടുത്ത് എന്റെ നാവിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു അതങ്ങനെ തന്നെ വെച്ച് അലിയിക്കാൻ. മുഴുവൻ അലിഞ്ഞു തീരുമ്പോ ആകാശത്ത് ശ്രീകൃഷ്ണനെ കാണാന്ന് പറഞ്ഞ അന്നാ പണി പറ്റിച്ചത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. മണ്ടൻ ഞാൻ. ഇന്നോ ഇന്നിപ്പൊ ആരെ കാണിച്ചരാന്ന് പറഞ്ഞാ ഒക്കും. ഇന്നോ ആ. ഒന്നും പറയണ്ട, അപ്പൂപ്പൻ പറഞ്ഞാ മതി. ദാ വേണ്ട. എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു മൂപ്പരെന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ, വെറുതെ ഇടുകല്ലോ. എന്നാൽ അത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഇത്രയും കാലം പിടികിട്ടിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10-14 ദിവസം നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പൊ എനിക്കറിയാം എന്നെ ഇട്ടിരുന്നത് ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നെന്ന്. അതേടാ. ഇന്നെന്ത് പറ്റി ഈ നേരത്ത് വീട്ടിൽ കാണുന്നു? ഇന്നിത്തിരി നേരത്തെ പോന്നു. അപ്പൊ രോഗികളുടെ കാര്യം ആര് നോക്കും? അസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും ഭർത്താവിന്റെ തോളെ വെച്ചു കൊടുത്തിട്ട് പോന്നു സമ്മതിക്കില്ല. എവിടെ മൂപ്പിന്ന്? അകത്തുണ്ട്, ചെസ് കളിക്കുക. ഓ വിളിക്കാം. വിളിക്കണ്ട കാലി മുറിക്കണ്ട. കഴിഞ്ഞു. ഇങ്ങനെ വന്നത് എന്റെ കോൺസെൻട്രേഷൻ പോയി. പിന്നെ അവനെ താൻ എന്നാ ഇവിടെ മുമ്പ് ജയിച്ചിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഏത് കാലത്താ? ഇവിടെ കുഞ്ഞുനാളിലെങ്ങാനും ആയിരിക്കും. എന്താ മതിയാക്കിയോ? കളി കഴിഞ്ഞു. എന്താടി വല്ല കല്യാണാലോചനയായിട്ടാണോ കാർന്നൂർ വന്നിരിക്കുന്നേ? ആണെങ്കില് അവര് തമ്മിൽ ആലോചിച്ചോളും. ഒരു ത്യാഗി, അതിൽ കുഞ്ഞിന് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് പോണോന്നുമില്ല, എനിക്ക് അവരെ വിടണമെന്നുമില്ല. എങ്കിലും ഒരു 4-5 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വരും. അത് പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ. അതെ അല്ലാന്നല്ല. എന്നാലും പോണേന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു വെച്ചാ കൊള്ളാവുന്നുണ്ട്. തന്നോടെങ്ങനെ വിവരം പറയാതിരിക്കുന്നേ? ആ എഴുത്തുകാരൻ മാധവൻ പിള്ള വിളിച്ച് ഒരു പത്രം എഴുതിക്കണം. എന്റെ എല്ലാം, എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. അല്ല, ഇപ്പൊ എഴുതിയില്ലേലും എനിക്കുള്ളതെല്ലാം എന്റെ കാലം കഴിഞ്ഞ അവനുള്ളത് തന്നെയാ, അല്ലാതെ വേറെ ആർക്കാ? എന്നാലും അതല്ല, അങ്ങ് എഴുതിപ്പിക്കണം. എന്താ, അതല്ലേ അതിന്റെ ശരി? അതെ. ഭാസിയുടെ കോള് ഹോളിഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. അവൻ ഈ നാട്ടിൽ കിടക്കട്ടു. ആർക്കറിയാം, എന്നെങ്കിലും ഒരിക്കൽ ഞാനും താനും ഒക്കെ മരിച്ചു കഴിഞ്ഞ് അവനും പ്രായമായി കഴിയുമ്പോ ചിലപ്പോ എന്റെ ആ പഴയ വീട്ടിലായിരിക്കില്ല അവൻ വന്ന് താമസിക്കുന്നതെന്ന്. ഒന്നും പറയാൻ പറ്റില്ല എന്റെ കാരണവരെ. ചിലപ്പോ അന്ന് അവനായിരിക്കില്ല എന്റെ ഈ പഴയ ഹോസ്പിറ്റലിലെ ചീഫ് വിസിറ്റ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല.